കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാകും, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാകും. അതായത് നമുക്ക് അറിയുന്ന നേരിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ടുള്ളത് അറിയാൻ പറ്റും. എങ്ങനെയാണ് വാട്ട് ടു അനലൈസ് ഇൻ കോമ്പറ്റീറ്റീവ് റിസർച്ച്? നമുക്ക് ഇപ്പൊ നമ്മളെ വെബ്സൈറ്റിന്റെ നമ്മളുടേത് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ അതേ സെയിം ഇൻഡസ്ട്രിയിലുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്യണം. അതായത് വേറെയുള്ള ബിസിനസ് മാർക്കറ്റിംഗ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ കോമ്പറ്റീറ്ററിന്റെ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്യണം. ഓക്കെ, അവരുടെ അതായത് വെബ്സൈറ്റ് പെർഫോമൻസ്, അവരുടെ വെബ്സൈറ്റ് പെർഫോമൻസ്, ലോഡിംഗ് സ്പീഡ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. അതെന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ എങ്ങനെ അതിനെക്കാട്ടിലും കൂടുതലാവുമ്പോഴാണല്ലോ നമ്മളെ വെബ്സൈറ്റിലേക്ക് അതിലേക്ക് വരാത്ത ട്രാഫിക്കും കൂടെ ഇതിലേക്ക് വരുള്ളൂ. പിന്നെ SEO പെർഫോമൻസ്, കീവേഡ് റാങ്കിങ്സ്, ബാക്ക് ലിങ്ക്സ് ആൻഡ് ഡൊമൈൻ അതോറിറ്റി, ഇത് നമ്മൾ അവരായിട്ടും കമ്പയർ ചെയ്യണം. കണ്ടന്റ് സ്ട്രാറ്റജി, ബ്ലോഗ് ഫ്രീക്വൻസി, എത്രത്തോളം ബ്ലോഗ്സ് ആണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്, കണ്ടന്റിന്റെ ക്വാളിറ്റി, ഏതൊക്കെ ടോപ്പിക്കാണ് അവർ കവർ കണ്ടോ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. ഇനി നമുക്ക് ഇവിടെ കമ്പയർ എന്ന് കൊടുത്തിട്ട് ഇവിടെ കോമ്പറ്റീറ്റർ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറെ കൊടുക്കും, ഏതെങ്കിലും ഒരു കൊടുക്കാം. അപ്പം ഇത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അല്ല ഇത് പോയി ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് ഇതിനോടുള്ള കോമ്പറ്റീറ്റർ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളൂ. ചിലപ്പോൾ നമുക്ക് വീഡിയോ ഇതാക്കാൻ പറ്റില്ല, അത് വേണ്ട. ഇപ്പോൾ ലിങ്ക്ഡിൻ എന്നുള്ളൊരു സൈറ്റ് നമുക്ക് ലിങ്ക്ഡിനായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വെറുതെ കോമ്പറ്റീറ്റർ അല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടി. വിസിറ്റ്സ് ഇത്രയാണ്, 1.6 ബില്യൺ ആൾക്കാർ, യൂണീക്ക് വിസിറ്റേഴ്സ് ഇത്ര മില്യൺ ആൾക്കാർ ഇതിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ അല്ല കേട്ടോ, ഇത് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് 5 കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ വിസിറ്റ്സും എല്ലാം, ഈ ഓഡിയൻസിൻ്റെ ഓവർവ്യൂ, അവരുടെ ടോപ്പ് പേജസ്, ഇതെല്ലാം നമുക്ക് 5 കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നല്ല കാര്യല്ലേ? നിങ്ങൾ മ്യൂട്ട് ഓൺ ചെയ്തോ. ഓക്കെ, മനസ്സിലായത്. ഞാൻ ഗൂഗിളിൽ ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ടാണ് കണ്ടത്. ഇവിടെ ട്രാഫിക് ട്രെൻഡ്സ് ട്രാഫിക് അനലറ്റിക്സിൽ കേട്ടോ. ഈ ട്രെൻഡ്സ് ഒക്കെ നല്ലോണം നോക്കണം, കാരണം ഇപ്പോഴത്തെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നിന്നാണ് കിട്ടുക. ഇതിൻ്റെത് ഇവിടെ വല്ലാത്ത ഇതിവിടെ പറഞ്ഞാൽ എനിക്കൊന്നും ഇതാക്കാൻ കഴിയില്ല. കണ്ടോ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. ഇനി നമുക്ക് ഇവിടെ കമ്പയർ എന്ന് കൊടുത്തിട്ട് ഇവിടെ കോമ്പറ്റീറ്റർ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറെ കൊടുക്കും,
ഏതെങ്കിലും ഒരു കൊടുക്കാം. അപ്പം ഇത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അല്ല, ഇത് പോയി ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് ഇതിനോടുള്ള കോമ്പറ്റീറ്റർ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളൂ. ചിലപ്പോൾ നമുക്ക് വീഡിയോ ഇതാക്കാൻ പറ്റില്ല, അത് വേണ്ട. ഇപ്പോൾ ലിങ്ക്ഡിൻ എന്നുള്ളൊരു സൈറ്റ് നമുക്ക് ലിങ്ക്ഡിനായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വെറുതെ കോമ്പറ്റീറ്റർ അല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടി. വിസിറ്റ്സ് ഇത്രയാണ്, 1.6 ബില്യൺ ആൾക്കാർ, യൂണീക്ക് വിസിറ്റേഴ്സ് ഇത്ര മില്യൺ ആൾക്കാർ ഇതിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ അല്ല കേട്ടോ, ഇത് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് 5 കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ വിസിറ്റ്സും എല്ലാം, ഈ ഓഡിയൻസിൻ്റെ ഓവർവ്യൂ, അവരുടെ ടോപ്പ് പേജസ്, ഇതെല്ലാം നമുക്ക് അഞ്ചെണ്ണമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നല്ല കാര്യമല്ലേ? നിങ്ങൾ മ്യൂട്ട് ഓൺ ചെയ്തോ. ഓക്കെ, മനസ്സിലായത്. ഞാൻ ഗൂഗിളിൽ ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ടാണ് കണ്ടത്. ഇവിടെ ട്രാഫിക് ട്രെൻഡ്സ് എന്ന്, ട്രാഫിക് അനലറ്റിക്സിൽ കേട്ടോ. ഈ ട്രെൻഡ്സ് ഒക്കെ നല്ലോണം നോക്കണം, കാരണം ഇപ്പോഴത്തെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നിന്നാണ് കിട്ടുക. ഇതിൻ്റെത് ഇവിടെ വല്ലാത്ത ഇതിവിടെ വന്നാൽ എനിക്കൊന്നും ഇതാക്കാൻ കഴിയും.